മുത്തച്ഛൻ കുട്ടികളെ വിളിച്ചിരുത്തി കഥ തുടർന്നു. ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് സുഗ്രീവൻ കിഷ്കിന്ധയിലെ ഉപവനത്തിലെത്തി. എന്നിട്ടോ? രാമൻ സഹായത്തിനുണ്ടല്ലോ. സുഗ്രീവൻ ധൈര്യത്തോടെ ബാലിയെ പോരിന് വിളിച്ചു. സുഗ്രീവന്റെ അലർച്ച കേട്ട് ബാലി അത്ഭുതപ്പെട്ടു. അവൻ എന്തുപറ്റി? പെട്ടെന്ന് താൻ കരുത്തനാണെന്ന് തോന്നാൻ എന്തുണ്ടായി? പോരിന് വിളിച്ചാൽ ചെല്ലണമല്ലോ. ബാലി സുഗ്രീവന്റെ അടുത്തെത്തി. സുഗ്രീവൻ ഉടനെ യുദ്ധം ആരംഭിച്ചു. ബാലിയുടെ നെഞ്ചു നോക്കി ഒരടി. ബാലി വെറുതെ ഇരിക്കുമോ? അന്യോന്യം പ്രഹരം തുടങ്ങി. രണ്ടുപേരും കെട്ടിമറിഞ്ഞ് പോരാടി. ശ്രീരാമൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. സുഗ്രീവനെ എങ്ങനെ സഹായിക്കും? ജ്യേഷ്ഠാനുജന്മാരെ തിരിച്ചറിയാൻ പോലും കഴിയുന്നില്ല. തിരിച്ചറിഞ്ഞ് അമ്പയക്കാൻ കഴിഞ്ഞാലല്ലേ ബാലിയെ വീഴ്ത്താൻ കഴിയൂ. സുഗ്രീവൻ തളർന്നു. ശ്രീരാമൻ എന്തുകൊണ്ട് ഇടപെടുന്നില്ല? സുഗ്രീവൻ പരിഭവത്തോടെ ശ്രീരാമനെ നോക്കി. രക്തം ഛർദ്ദിച്ചു. പിടിച്ചു നിൽക്കാൻ വയ്യ. പിന്തിരിഞ്ഞോടി. ബാലി ജയഭേരി മുഴക്കി ഞെളിഞ്ഞിരിക്കുന്നു. സുഗ്രീവൻ ശ്രീരാമന്റെ അടുത്തെത്തി. താൻ മരിച്ചു കാണാനാണ് ആഗ്രഹമെങ്കിൽ തന്നെ വധിക്കാൻ ആവശ്യപ്പെട്ടു. ശ്രീരാമന്റെ കൈകൊണ്ട് മരിച്ചാൽ മോക്ഷം കിട്ടുമല്ലോ. ശ്രീരാമൻ തനിക്ക് നേരിട്ട ബുദ്ധിമുട്ടുകളെക്കുറിച്ച് വിസ്തരിച്ചു പറഞ്ഞു. സുഗ്രീവനെ ആശ്വസിപ്പിച്ചു. തന്നെ തെറ്റിദ്ധരിക്കേണ്ടെന്നും താൻ താമസം കൂടാതെ ബാലിയെ വധിക്കുന്നുണ്ടെന്നും അറിയിച്ചു. ബാലിയെയും സുഗ്രീവനെയും തിരിച്ചറിയാൻ ഒരു മലർമാല സുഗ്രീവനെ അണിയിച്ചു. ബാലിയുടെ അടുത്തേക്ക് വീണ്ടും യുദ്ധത്തിനയച്ചു. സുഗ്രീവൻ വീണ്ടും ബാലിയെ പോരിന് വിളിച്ചു. തോറ്റ് ചോര ഛർദ്ദിച്ച് ഓടിപ്പോയ സുഗ്രീവൻ വീണ്ടും വരികയോ? ബാലിയുടെ കോപം ആളിക്കത്തി. ഇത്തവണ സുഗ്രീവൻ മടങ്ങിപ്പോകില്ല. താൻ അവനെ അവസാനിപ്പിച്ച് അടങ്ങും. ബാലി യുദ്ധത്തിന് തയ്യാറായി. സുഗ്രീവന്റെ അന്ത്യം അടുത്തു. അതാണ് അവന് അടങ്ങിയിരിക്കാൻ കഴിയാതെ വന്നത്. ബാലി ഭീരുവല്ല. ജയിച്ച പരിചയമേ ബാലിക്കുള്ളൂ. ബാലി അരയും തലയും മുറുക്കി ഇറങ്ങാനൊരുങ്ങുമ്പോൾ ഭാര്യ താര ഓടിവന്നു തടഞ്ഞു. തളർന്നു മയങ്ങിയ സുഗ്രീവൻ ഇത്ര വേഗം യുദ്ധത്തിന് വരണമെന്നുണ്ടെങ്കിൽ അവന് പ്രബലനായ സഹായിയുണ്ടെന്ന് തീർച്ച. യുദ്ധം ഒഴിവാക്കാൻ താര വീണ്ടും അപേക്ഷിച്ചു. ബാലിയുണ്ടോ അതിന് വഴിപ്പെടുന്നു? പോർവിളി കേട്ട് അടങ്ങിയിരിക്കുന്നവൻ ധീരനല്ല. ബാലി യുദ്ധത്തിന് പോകുമെന്ന് ഉറപ്പായപ്പോൾ താര അറിഞ്ഞ ഒരു രഹസ്യം കൂടി ബാലിയെ ധരിപ്പിച്ചു. മകൻ അംഗദൻ കേട്ടറിഞ്ഞ വാർത്തയാണത്. ദശരഥപുത്രൻ രാമന്റെ പത്നി സീതയെ ഏതോ രാക്ഷസൻ കട്ടുകൊണ്ടുപോയി. ഭാര്യയെ അന്വേഷിച്ച് രാമൻ കാട്ടിലലയുന്നു. സുഗ്രീവൻ അവരുമായി സഖ്യം ചെയ്തിരിക്കുകയാണ്. രാമൻ സുഗ്രീവന് വാക്കുകൊടുത്തിട്ടുണ്ടത്രേ ബാലിയെ വധിച്ച് സുഗ്രീവന് രാജ്യം നൽകുമെന്ന്. അതുകൊണ്ട് ധൃതി പിടിച്ച് തീരുമാനം എടുക്കരുത്. രാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. രാമനാണ് സുഗ്രീവനെ സഹായിക്കുന്നത്. അതുകൊണ്ട് സുഗ്രീവനുമായുള്ള വൈര്യം മറന്ന് സുഗ്രീവനെ യുവരാജാവാക്കി അഭിഷേകം ചെയ്യൂ. പുതിയ ബന്ധം കൊണ്ട് ഒരു കുറവുമുണ്ടായില്ല. രാമനെ ശരണം പ്രാപിക്കാൻ ഒരു മാർഗവുമായി. താര വീണ്ടും ബാലിയോട് അപേക്ഷിച്ചു. മഹാവിഷ്ണുവിനെ ബാലിക്ക് ബഹുമാനമാണ്. അവതാര പുരുഷനെന്ന നിലയ്ക്ക് രാമനെ വന്ദിക്കുന്നു. ഭഗവാന് സ്വപക്ഷമെന്നോ പരപക്ഷമെന്നോ ഒരു വ്യത്യാസവുമില്ല. ഭൂഭാരം തീർക്കാൻ അവതരിച്ചു, അത്രമാത്രം. താൻ സുഗ്രീവനെ വധിച്ച് രാമനെ കൂട്ടിക്കൊണ്ടുവരാം. മറുപടിക്ക് ബാലി കാത്തുനിന്നില്ല. ഇറങ്ങി നടന്നു. ഈശ്വര നിശ്ചയം തടുക്കാനാകുമോ? താരയ്ക്ക് കരഞ്ഞുകൊണ്ട് നിൽക്കാനേ കഴിയൂ. ബാലിയെ കണ്ടപ്പോൾ സുഗ്രീവൻ മുന്നോട്ട് ചാടി. രാമൻ നൽകിയ ധൈര്യവും തിരിച്ചറിയാൻ കഴുത്തിലിട്ട മാലയുമാണ് സുഗ്രീവന് ധൈര്യം നൽകിയത്. യുദ്ധം തുടങ്ങി. രണ്ടുപേരും മുഷ്ടി ചുരുട്ടി ഇടിച്ചു, അടിച്ചു, കടിച്ചു കീറി. ചവിട്ടിയും പ്രഹരത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഉരുണ്ടും പോരാടി. തളർച്ച തോന്നുമ്പോൾ സുഗ്രീവൻ ഇടം കണ്ണിട്ട രാമനെ നോക്കും. വീണ്ടും ശക്തി സംഭരിച്ച് ബാലിയോട് പൊരുതും. രാമൻ മരക്കൂട്ടത്തിൽ മറഞ്ഞു നിന്ന് യുദ്ധം കാണുകയാണ്. സുഗ്രീവന്റെ സഹതാപം തോന്നിക്കുന്ന നോട്ടം കണ്ട് രാമൻ അമ്പെടുത്ത് ഇന്ദ്രജാപത്തിൽ തൊടുത്തു. അത് ബാലിയുടെ നെഞ്ചിൽ തറച്ചു. ഭൂമിയെ വിറപ്പിക്കുന്ന ഘോര ശബ്ദത്തോടെ ബാലി നിലംപതിച്ചു. അല്പം കഴിഞ്ഞ് കണ്ണു തുറന്നു. അടുത്ത് രണ്ട് ജടാധാരികൾ, ദൈവിക ചൈതന്യമുള്ള രണ്ട് മനുഷ്യർ. തൊട്ടടുത്ത് സുഗ്രീവനും. അതെ, താര കേട്ടറിഞ്ഞ് പറഞ്ഞ കഥ ശരിയാണ്. അവർ സുഗ്രീവനെ സഹായിക്കാൻ വന്നവർ തന്നെ. വേദന സഹിച്ചുകൊണ്ട് ബാലി രാമനെയും സുഗ്രീവനെയും മാറി മാറി നോക്കി. താര പറഞ്ഞിട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. താൻ രാമനോട് ഒരു കുറ്റവും ചെയ്തിട്ടില്ല. എന്നിട്ടും രാമൻ രാജധർമ്മം മറന്ന് പ്രവർത്തിച്ചു. മരക്കൂട്ടത്തിൽ ഒളിഞ്ഞിരുന്ന് അമ്പെയ്തത് നീചകൃത്യം തന്നെ. നേരിട്ട് യുദ്ധം ചെയ്ത് കൊന്നിരുന്നെങ്കിൽ രാമന്റെ യശസ് ഉയരുമായിരുന്നില്ലേ? അതല്ലേ ക്ഷത്രിയധർമ്മം? സുഗ്രീവൻ എന്തു ചെയ്തു തന്നു? താൻ എന്തെങ്കിലും അനുസരിക്കാതിരുന്നിട്ടുണ്ടോ? രാവണൻ സീതയെ അപഹരിച്ചു. അവനെ ലങ്കയോടൊപ്പം ഇവിടെ കൊണ്ടുവരാൻ ശക്തിയുള്ളവനാണ് താൻ. ബാലിയുടെ മനോവിചാരങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ബാലി ചെയ്ത അധർമ്മങ്ങൾ അവൻ മറച്ചു വയ്ക്കുകയാണ്.
തൻ്റെ അവതാര ഉദ്ദേശം രാമൻ ബാലിയെ ഓർമ്മപ്പെടുത്തി. ധർമ്മം സംരക്ഷിക്കുക തന്നെ ചെയ്യും. ആയുധം അതിനുവേണ്ടി തന്നെ ഉപയോഗിക്കും. അധർമ്മി ജീവിച്ചിരുന്നുകൂടാ. സ്ത്രീ, സഹോദരി, സഹോദരൻ്റെ ഭാര്യ, പുത്രഭാര്യ ഇവരൊക്കെ തുല്യരാണ്. ഇവരിൽ ആരെയെങ്കിലും ഉപദ്രവിച്ചാൽ അവനെ വധിക്കുക രാജധർമ്മമാണ്. സുഗ്രീവൻ്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോയി അന്തഃപുരത്തിൽ താമസിപ്പിച്ചു തുടങ്ങിയിട്ട് എത്ര കാലമായി? സുഗ്രീവനേക്കാൾ ശക്തനായതുകൊണ്ട് സുഗ്രീവൻ അത് സഹിച്ചു. തൻ്റെ സഹായം തേടി. ശ്രീരാമൻ തൻ്റെ ഭക്തനെ സഹായിക്കാതിരിക്കുമോ? വധിച്ചതിൻ്റെ രഹസ്യവും മറ്റൊന്നല്ല. ബാലി കിടന്നുകൊണ്ട് തന്നെ രാമനോട് ക്ഷമ യാചിച്ചു. രാമബാണമേറ്റ് പ്രാണൻ വെടിയാൻ കഴിഞ്ഞതിൽ സന്തോഷിച്ചു. ബാലിയുടെ അവസാന ആഗ്രഹം മകൻ അങ്കദനിൽ കനിവ് കാട്ടണമെന്ന് മാത്രമായിരുന്നു. അവൻ തന്നെപ്പോലെ ബലവാനാണെന്നും ഓർമ്മിപ്പിച്ചു. ബാലിയുടെ അനുവാദത്തോടെ രാമൻ ബാണം വലിച്ചെടുത്ത് തലോടി. വാനരശ്രേഷ്ഠൻ സ്വർഗം പ്രാപിച്ചു. താര ഭർത്താവിൻ്റെ ജഡം വിട്ട് മാറത്തടിച്ച് കരഞ്ഞുകൊണ്ട് ശ്രീരാമൻ്റെ മുന്നിലെത്തി. ബാലിയെ വധിച്ച പോലെ തൻ്റെ ഹൃദയവും ഒരമ്പെയ്ത് പിളർക്കാൻ ആവശ്യപ്പെട്ടു. ഭർത്താവില്ലാത്ത സ്ത്രീക്ക് ജീവിതമില്ല, താൻ മരിക്കട്ടെ. താരയെ ശ്രീരാമൻ സമാധാനിപ്പിച്ചു. അവൾ വിവരമുള്ളവളാണ്. തത്വജ്ഞാനങ്ങൾ ഉപദേശിച്ച് അവളെ ജ്ഞാനിയാക്കി തീർത്തു. ബാലിയുടെ അന്ത്യകർമ്മങ്ങൾ ഉടൻ നിർവഹിക്കാൻ സുഗ്രീവനും അങ്കദനും ആജ്ഞ നൽകി. യഥാവിധി ശേഷക്രിയാദികൾ നടന്നു. സുഗ്രീവനും അങ്കദനും രാമനോട് വാനരരാജ്യം ഭരിക്കാൻ അപേക്ഷിച്ചു. പക്ഷേ രാമൻ അതിന് തയ്യാറാകുമോ? ഇതിനേക്കാൾ സമ്പൽ സമൃദ്ധമായ രാജ്യം ഉപേക്ഷിച്ച് വന്നവനാണ് രാമൻ. താൻ ധർമ്മം സ്ഥാപിക്കാൻ സഹായിക്കുക മാത്രമാണ് ചെയ്തത്. കിഷ്കിന്ധയിലെ രാജാവ് സുഗ്രീവൻ തന്നെ. അങ്കദനെ യുവരാജാവാക്കണം. തൻ്റെ മകനെ പോലെ ശ്രദ്ധിക്കണം. യാതൊരു കുറവും വരരുത്. അത് തൻ്റെ കൂടി ആവശ്യമാണ്. നഗരത്തിലേക്ക് താൻ വരില്ല. അതിന് 14 വർഷം കഴിയണം. ശ്രീരാമൻ ലക്ഷ്മണനെ ചുമതലയേൽപ്പിച്ച് മലമുകളിൽ തന്നെ കഴിച്ചുകൂട്ടി. സുഗ്രീവൻ രാജാവും അങ്കദൻ യുവരാജാവുമായി വാണു. രാമലക്ഷ്മണന്മാർ സുഗ്രീവൻ്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർഷണഗിരിയിലേക്ക് പോയി. അവിടെ ഒരു വലിയ ഗുഹയുണ്ട്. സ്ഫടികക്കല്ലിൽ തീർത്ത ഗുഹ. കാറ്റും മഴയും ചൂടും ഏൽക്കാതെ സുഖമായി താമസിക്കാം. സമീപത്ത് തന്നെ ദിവ്യ ഫലമൂലങ്ങളും തെളിഞ്ഞ വെള്ളവും ലഭിക്കും. രണ്ടുപേരും അവിടെ താമസിച്ചു. എന്നാൽ രാമൻ പലപ്പോഴും അസ്വസ്ഥനായിരുന്നു. സീതയെക്കുറിച്ച് ഓർമ്മ വരുമ്പോഴെല്ലാം ചിന്തയിൽ മുഴുകും. ആഹാരം വേണ്ട, വെള്ളമില്ല. ആശ്വസിപ്പിക്കാനല്ലേ ലക്ഷ്മണന് കഴിയൂ? സുഗ്രീവൻ രാജാവായി കിഷ്കിന്ധയിൽ വിരാജിക്കുകയാണ്. ബാലിയെ കൊന്ന് ഇങ്ങനെയൊരു സൗഭാഗ്യം അനുഭവിക്കാൻ കഴിയുമെന്ന് സുഗ്രീവൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ശ്രീരാമഭക്തി ഉണ്ടാക്കി തന്ന ഐശ്വര്യമാണത്. പത്നി സമേതനായി സുഖിച്ചു മതിച്ചു ജീവിച്ചു. എന്നാൽ സുഗ്രീവൻ്റെ ആഡംബര ജീവിതം ഹനുമാന് പിടിച്ചില്ല. ഹനുമാൻ സുഗ്രീവനെ ഉപദേശിച്ചു. ഭഗവാൻ ശ്രീരാമൻ ചെയ്തു കൊടുത്ത ഉപകാരമാണ് സുഗ്രീവൻ അനുഭവിക്കുന്നത്. ശ്രീരാമൻ സീതയെക്കുറിച്ച് ആലോചിച്ച് ഗുഹയിൽ പാർക്കുന്നത് മറക്കരുത്. സുഗ്രീവൻ ഏറ്റ കടമ നിറവേറ്റാതെ നീണ്ടുപോവുകയാണ്. ബാലിയെ കൊല്ലാൻ കഴിഞ്ഞ രാമന് സുഗ്രീവൻ ഒന്നുമല്ല. സീതയെ തേടാൻ വൈകിക്കൂടാ. ഹനുമാന്റെ ഉപദേശം കേട്ടപ്പോഴാണ് സുഗ്രീവന് തൻ്റെ തെറ്റു മനസ്സിലായത്. ഉടൻ തന്നെ 10,000 വാനരന്മാരെ 10 ദിക്കിലേക്കും അയക്കാൻ ഏർപ്പാട് ചെയ്തു. അവർ 7 ദ്വീപിലുമുള്ള എല്ലാ വാനരന്മാരെയും കൂട്ടിക്കൊണ്ടുവരട്ടെ ആജ്ഞ നൽകി. നേതൃത്വം ഹനുമാന് തന്നെ. ഹനുമാൻ എല്ലാം ഏർപ്പാട് ചെയ്തു. സുഗ്രീവന്റെ ഉദാസീനതയിൽ രാമന് ദുഃഖമുണ്ട്. ദിവസം എത്രയായി വെറുതെ ഇരിപ്പു തുടങ്ങിയിട്ട്? സീത ജീവിച്ചിരിപ്പുണ്ടോ, മരിച്ചോ? ഒന്നും അറിഞ്ഞുകൂടാ. താൻ ദുഃഖിതനാണെന്നറിഞ്ഞിട്ടും സുഗ്രീവൻ രാജാവായതിൽ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നന്ദി കെട്ടവൻ. ബാലിയുടെ ശല്യം ഒഴിഞ്ഞു. രാജ്യം കിട്ടി. താൻ ചെയ്ത ഉപകാരം ഓർക്കാൻ പോലും അവന് സമയമില്ല. ശ്രീരാമന്റെ മാനസിക നില കണ്ടറിഞ്ഞ് ലക്ഷ്മണൻ അമ്പും വില്ലും എടുത്ത് പുറപ്പെട്ടു സുഗ്രീവനെ കാണാൻ. പക്ഷേ രാമൻ ലക്ഷ്മണനെ സമാധാനിപ്പിച്ചു. സുഗ്രീവൻ വധിക്കപ്പെടേണ്ടവനല്ല. ലക്ഷ്മണനെ ഓർമ്മപ്പെടുത്തി, ഭയപ്പെടുത്തി. സുഗ്രീവന്റെ മനോഗതം അറിഞ്ഞാൽ മതി. കോപിച്ച് അവനെ വേദനിപ്പിക്കരുത്. കോപം തളർത്തിയാൽ ലക്ഷ്മണനെ നിയന്ത്രിക്കാൻ ശ്രീരാമന് മാത്രമേ കഴിയൂ. ലക്ഷ്മണൻ കിഷ്കിന്ധയിലെത്തി. തെരുതെരെ ഞാണൊലിയിട്ട് താനെത്തിയ വിവരം അറിയിച്ചു. അങ്കദൻ ഓടി വന്നു. കോപിച്ചു നിൽക്കുന്ന ലക്ഷ്മണനോട് അങ്കദൻ ഒന്നും പറയാൻ ധൈര്യമില്ല. ലക്ഷ്മണൻ അങ്കദനോട് താനെത്തിയ വിവരം സുഗ്രീവനെ അറിയിക്കാൻ മാത്രം പറഞ്ഞു. രാമൻ സർവജ്ഞനാണ്. പക്ഷേ സീതയെക്കുറിച്ച് ഓർക്കുമ്പോൾ രാമൻ തളരുന്നത് കാണാൻ ലക്ഷ്മണന് കഴിയില്ല. ലക്ഷ്മണന്റെ കോപത്തിന് കാരണം അതാണ്, സഹോദര സ്നേഹം. രാമലക്ഷ്മണന്മാരെ പോലെ കുട്ടികളെ നിങ്ങളും സ്നേഹത്തോടെ കഴിയണം. ബാല്യ സുഗ്രീവന്മാരെ പോലെ വഴക്കിടരുത്. കുട്ടികൾക്ക് ഉപദേശം നൽകി മുത്തച്ഛൻ അന്നത്തെ കഥ അവസാനിപ്പിച്ചു. അധ്യായം 19.
നേരത്തെ തന്നെ കുട്ടികൾ വന്നിരുന്നു. മുത്തച്ഛൻ കഥ തുടർന്നു. അംഗദൻ സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു. ലക്ഷ്മണൻ കോപാകുലനാണെന്നറിഞ്ഞപ്പോൾ സുഗ്രീവൻ ഭയപ്പെട്ടു. മുകളിൽ നിന്ന് പുറത്തേക്ക് നോക്കി. ലക്ഷ്മണൻ ഗോപുരത്തിന് പുറത്തു തന്നെ നിൽപ്പാണ്. ശ്രീരാമൻ തന്നെ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ലക്ഷ്മണന്റെ ഭാവമാറ്റത്തിൽ നിന്ന് സുഗ്രീവൻ കരുതി. ഹനുമാനെയും അംഗദനെയും ഉടൻ ലക്ഷ്മണന്റെ അടുത്തേക്ക് അയച്ചു, ലക്ഷ്മണനെ സമാധാനിപ്പിക്കാൻ, കോപം കെടുത്താൻ. എന്നിട്ട് അനുനയപൂർവ്വം തൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുവരണം. ലക്ഷ്മണൻ അകത്തളത്തിൽ എത്തിക്കഴിഞ്ഞാൽ ശാന്തനാക്കി അന്തഃപുരത്തിലെത്തിക്കാൻ സുഗ്രീവൻ താരയെ കൂടി ചട്ടം കെട്ടി. എതിരേൽക്കാൻ ഒരു സ്ത്രീ കൂടി ഉണ്ടാവുന്നത് കോപം ശമിപ്പിക്കാൻ കാരണമാവുമെന്ന് സുഗ്രീവൻ കരുതി. പുറത്തുനിന്ന് ഹനുമാനും അംഗദനും കൂടി ലക്ഷ്മണനെ രാജഭവനത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അകത്തളത്തിൽ നിന്ന് താരയും എതിരേറ്റു. താര സുഗ്രീവന്റെ ദുഃഖത്തെക്കുറിച്ചും രാമന്റെ സേവനത്തെക്കുറിച്ചും ലക്ഷ്മണന്റെ ഹൃദയത്തിൽ ചലനമുണ്ടാക്കും വിധം സംസാരിച്ചു. നാനാ ദിക്കുകളിലേക്കും അയച്ച വാനരപ്പടയുടെ വിവരങ്ങളും വിശ്വസിപ്പിക്കാൻ നിരത്തിവെച്ചു. സുഗ്രീവൻ രാമസന്നിധിയിലേക്ക് ഇപ്പോൾ തന്നെ പുറപ്പെട്ടിരിക്കുകയാണെന്നും അറിയിച്ചു. സുഗ്രീവൻ സീതാന്വേഷണത്തിന് ഒരുക്കുകൂട്ടിയിരുന്നു എന്നറിഞ്ഞപ്പോൾ ലക്ഷ്മണൻ തണുത്തു. ഹനുമാനും അംഗദനും താരയും ചേർന്ന് ലക്ഷ്മണനെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഇന്ദ്രഭവനത്തിന് തുല്യമായ രാജഭവനം, എല്ലാവിധ സുഖ സൗകര്യങ്ങളുമുണ്ട്. സുഗ്രീവൻ ഇതുവരെ കഷ്ടപ്പെട്ടിട്ടേയുള്ളൂ. സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് രാജാവായപ്പോൾ സുഖത്തിൽ അല്പം കൂടുതൽ താല്പര്യം കാണിച്ചോ? ലക്ഷ്മണനെ കണ്ടപ്പോൾ സുഗ്രീവൻ പതറി. കുറ്റബോധം അവനെ മൗനിയാക്കി. സുഖത്തിൽ മയങ്ങിക്കഴിയുന്ന സുഗ്രീവനെ കണ്ടപ്പോൾ ലക്ഷ്മണന് ഒന്നും പറയാതിരിക്കാൻ കഴിഞ്ഞില്ല. രാവണനെ വധിച്ച് സീതയെ കൊണ്ടുവരാൻ സുഗ്രീവനും സൈന്യവും തയ്യാറായിരിക്കുന്നു എന്ന് താര പറഞ്ഞെങ്കിലും രാമനെ മറന്ന് പ്രവർത്തിച്ചാൽ വീരനായ ബാലിയെ വധിച്ച ആ അമ്പ് ശ്രീരാമന്റെ പക്കൽ ഇപ്പോഴുമുണ്ടെന്ന് സുഗ്രീവനെ ഓർമ്മിപ്പിച്ചു. അപ്പോഴേക്കും ഹനുമാൻ ഓടിവന്ന് ലക്ഷ്മണന്റെ സംശയങ്ങൾ തീർത്തു. സുഗ്രീവൻ രാമഭക്തനാണെന്നും രാമകാര്യത്തിൽ ഒരു കുറവുണ്ടാവില്ലെന്നും ഹനുമാൻ ലക്ഷ്മണന് ധൈര്യം കൊടുത്തു. സുഗ്രീവൻ ലക്ഷ്മണനെ യഥാവിധി പൂജിച്ചു. രണ്ടുപേരും മാറോടണച്ച് പുണർന്നു. പരസ്പരം ക്ഷമിക്കാനും രണ്ടുപേരും ചേർന്ന് ഒറ്റക്കെട്ടായി സീതാന്വേഷണത്തിന് ഉടൻ ഇറങ്ങാനും തീരുമാനിച്ചു. രണ്ടുപേരും മന്ത്രിമാരോടൊപ്പം രഥത്തിലേറി ശ്രീരാമ സന്നിധിയിലെത്തിച്ചേർന്നു. സുഗ്രീവൻ രാമന്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു. ലക്ഷ്മണനും. രാമൻ സുഗ്രീവനെ പുണർന്നു. അടുത്തിരുത്തി കുശലം പറഞ്ഞു. അപ്പോഴേക്കും വാനരന്മാരുടെ പെരും പട നിരന്നു. സുഗ്രീവൻ പ്രബലന്മാരെ പരിചയപ്പെടുത്തി. ജാംബവാനാണ് നായകൻ. ഹനുമാൻ, നളൻ, നീലൻ, ഗവയൻ, ഗന്ധമാദനൻ, ശരഭൻ, മൈന്ദവൻ, പനസൻ, ബലിമുഖൻ, ദതിമുഖൻ, സുഷേണൻ, താരൻ, കേസരി ഇവരൊക്കെ ഓരോ വിഭാഗത്തിൻ്റെയും തലവന്മാരാണ്. ഇവരുടെ സഹായമുണ്ടെങ്കിൽ രാവണനെ വധിക്കുക എളുപ്പമാണ്. ഇവരിൽ ചിലർ മലയ്ക്ക് തുല്യരാണ്, മായാവികളാണ്. ചിലർ ആനയോളം ശക്തർ, 10 ആനയോളം, 100 ആനയോളം, 10,000 ആനയോളം ശക്തിയുള്ളവരുമുണ്ട്. ദ്വീപുകളിലും പർവ്വതങ്ങളിലും നദീതടങ്ങളിലും ഇവർ ജീവിക്കുന്നു. പല വർണ്ണത്തിലുള്ളവരും രാക്ഷസ തുല്യന്മാരുമുണ്ട്. എല്ലാവർക്കും കമ്പം യുദ്ധമാണ്. ശ്രീരാമൻ സന്തോഷിച്ചു. വാനരപ്പട വിചിത്രം തന്നെ, എന്തെല്ലാം തരക്കാരാണ്. സുഗ്രീവനോട് നന്ദി പറഞ്ഞു. എല്ലാ ചുമതലയും ഏൽപ്പിച്ചു. എല്ലാ ദിക്കിലേക്കും പ്രത്യേക കൂട്ടങ്ങളായി ഓരോ നായകന്മാരുടെ നേതൃത്വത്തിൽ വാനരന്മാരെ നിയോഗിച്ചു. ഏറ്റവും പ്രാധാന്യം തെക്കു ഭാഗത്തിന് നൽകി. ഹനുമാനും അംഗദനും കൂടുതൽ അംഗങ്ങളോടുകൂടി തെക്കുഭാഗത്തെ പട നയിച്ചു. 1 മാസം കൊണ്ട് സീതയെക്കുറിച്ച് അന്വേഷിച്ച് വിവരം നൽകണം. കാലാവധി കഴിഞ്ഞവർക്ക് മരണശിക്ഷ. സുഗ്രീവാജ്ഞ അല്പം കടുപ്പം കൂടിയോ? ശ്രീരാമൻ ഹനുമാനെ വിളിച്ചു. ഏറ്റവും വിശ്വസ്തനാണ് ഹനുമാൻ. 2 കാര്യങ്ങൾ ഏൽപ്പിച്ചു: അടയാളവാക്യവും പേരുകൊത്തിയ മോതിരവും. അതു രണ്ടും സീതയ്ക്ക് വേണ്ടിയുള്ളതാണ്. അന്വേഷണം എല്ലാ ദിശകളിലേക്കും പടർന്നു. വിന്ധ്യപർവ്വത പ്രദേശങ്ങളിൽ സഞ്ചരിക്കുന്ന അന്വേഷണ സംഘം ഒരു ഭീകര രാക്ഷസനെ കണ്ടു. മൃഗങ്ങളെയും ആനകളെയും പിടിച്ചു തിന്നുന്ന രാക്ഷസൻ. ഇവനാണ് രാവണനെന്ന് കരുതി അവർ ആ രാക്ഷസനെ ഇടിച്ചു കൊന്നു. എല്ലാവരും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. പിന്നീടാണ് അറിഞ്ഞത് അത് രാവണനല്ലെന്ന്. അന്വേഷണം മറ്റൊരു വനത്തിലേക്ക് നീങ്ങി. അവിടെ വെള്ളമില്ല, ഒരുതരം മരുഭൂമി. എല്ലാവരും ദാഹിച്ച് നടന്നു തളർന്നു. ഭക്ഷണമില്ലെങ്കിലും ഏതാനും ദിവസം കഴിച്ചു കൂട്ടാം. വെള്ളമില്ലെങ്കിലോ 1 ദിവസം പോലും ബുദ്ധിമുട്ടാണ്. അത് അവിടെ ഒരു ഗുഹ. പുല്ലും വള്ളിപ്പടപ്പും കൊണ്ട് ഗുഹാമുഖം അടഞ്ഞു കിടക്കുന്നു.
ചിറകു നനഞ്ഞ ക്രൗഞ്ചങ്ങളും അരയന്നങ്ങളും ഗുഹയിൽ നിന്ന് പുറത്തു വരുന്നു. ചിറകു നനയണമെങ്കിൽ അവിടെ ജലം കാണും. ഹനുമാൻ മുൻനിരയിലേക്ക് വന്നു. ഗുഹയിലേക്ക് കടന്ന് അന്വേഷിക്കുക തന്നെ. കൈക്കു പിടിച്ച് എല്ലാവരും ഗുഹയിലേക്ക് നിരനിരയായി കടന്നു. നല്ല ഇരുട്ടുണ്ടെങ്കിലും ദാഹം അവരെ മുന്നോട്ട് നയിച്ചു. തപ്പിത്തടഞ്ഞ് അവർ കുറേ ദൂരം പോയപ്പോൾ വെളിച്ചമുള്ള ഒരിടം കണ്ടു. ഒരു ദിവ്യഭവനം. അവിടെ മരവുരി ധരിച്ച് ഒരു യോഗിനി ധ്യാനത്തിലിരിക്കുന്നു. ഭവനത്തിനു ചുറ്റും മണിമന്ദിരങ്ങളും കൽപ്പവൃക്ഷത്തോട് കിടപിടിക്കുന്ന ദിവ്യപഴങ്ങളും കാണാം. അവയിൽ ധാരാളം കായ്കനികൾ പഴുത്ത് ഞാന്ന് കിടക്കുന്നു. സമീപത്ത് മനോഹരമായ തടാകം, തെളിഞ്ഞ വെള്ളം. വാനരന്മാർ കായ്കനികൾ പറിച്ചു തിന്ന് വിശപ്പടക്കി. വെള്ളം കുടിച്ച് ദാഹം തീർത്തു. യോഗിനി അവർക്ക് ഗുഹയുടെ കഥ പറഞ്ഞുകൊടുത്തു. പണ്ട് വിശ്വകർമാവിന് ഒരു പുത്രിയുണ്ടായിരുന്നു, ഹേമ. ആ സുന്ദരിയുടെ നൃത്തം പരമശിവനെ പ്രസാദിപ്പിച്ചു. ഭഗവാൻ ഈ മഹത്തായ ദിവ്യരൂപം അവൾക്കു നൽകി. അവൾ വളരെ കാലം അവിടെ വാണു. അവളുടെ തോഴിയാണ് സ്വയംപ്രഭ, ഒരു ഗന്ധർവന്റെ മകൾ. ഹേമ ബ്രഹ്മലോകം പോകി. യാത്രാവേളയിൽ അവൾ സ്വയംപ്രഭയെ ഈ പുണ്യസ്ഥലത്ത് താമസിച്ച് തപസ്സു ചെയ്യാൻ നിർബന്ധിച്ചു. ത്രേതായുഗത്തിൽ മഹാവിഷ്ണു ദശരഥപുത്രനായി അവതരിക്കും. അവന്റെ ഭാര്യയെ തേടുന്ന വാനരർ ഈ ഗുഹയിലെത്തും. അവരെ സേവിച്ചും ശ്രീരാമനെ വണങ്ങിയും വിഷ്ണുപദം പ്രാപിക്കാം. അതെ, ഹേമ പറഞ്ഞ ദിവ്യമുഹൂർത്തമായി. ശ്രീരാമദർശനം നടത്തട്ടെ, പുണ്യം നേടട്ടെ. വാനരന്മാരോട് കണ്ണടച്ചു നിൽക്കാൻ പറഞ്ഞ് എല്ലാവരും മിഴികളടച്ചു. തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും ഗുഹയ്ക്ക് പുറത്ത്, മുമ്പുണ്ടായിരുന്ന വനത്തിൽ തന്നെ. സ്വയംപ്രഭ ഗുഹയിൽ നിന്ന് സ്വയം രാമസന്നിധിയിലേക്ക് പോയി രാമദർശനം ചെയ്തു. രാമദേവൻ സ്വയംപ്രഭയെ അനുഗ്രഹിച്ചു. ശ്രീരാമരൂപം മനസ്സിൽ നിന്നും മായാതിരിക്കാൻ പ്രാർത്ഥിച്ചു. ബദരീവനത്തിലേക്ക് പോകാനും അവിടെ തന്നെ ധ്യാനിച്ചിരിക്കാനും ശ്രീരാമൻ ഉപദേശിച്ചു. സ്വയംപ്രഭ ബദരീവനത്തിലേക്ക് യാത്രയായി. വീണ്ടും സീതയെ തേടി വാനരന്മാർ മലനിരകളിൽ പരിശോധന തുടർന്നു. എങ്ങും സീതയെ കണ്ടില്ല. ഒരു മാസമായി. കാലാവധി തീർന്നു. തെക്കോട്ട് പോയ സംഘമൊഴികെ എല്ലാ സംഘങ്ങളും സുഗ്രീവന് സീതയെ കണ്ടില്ലെന്ന് വിവരം നൽകി. വിവരമറിയിക്കാതെ കാലാവധി കഴിഞ്ഞ് തിരിച്ചെത്തിയാൽ മരണശിക്ഷ ലഭിക്കുമെന്നാണ് രാജകൽപ്പന. കാലാവധി തീർന്നു. അംഗദനാണ് വ്യവസ്ഥ തെറ്റിച്ചതിൽ കൂടുതൽ വിഷമം. താൻ യുവരാജാവ് കൂടിയാണ്. കൽപ്പന ലംഘനം മനഃപൂർവ്വമാണെന്നേ കരുതൂ. ബാലിയുടെ പുത്രനാകിയാൽ സുഗ്രീവന് പക കാണും. അതുകൊണ്ട് തന്നെയല്ലേ രാമൻ തന്നെ മകനായി കരുതണമെന്ന് സുഗ്രീവനോട് പറഞ്ഞത്. രാമകാര്യം സാധിക്കാത്തതിനാൽ അതിൻ്റെ ശിക്ഷയാണെന്ന് വരുത്തി തീർത്ത് തന്നെ വധിക്കാം. ശ്രീരാമൻ തെറ്റിദ്ധരിക്കുകയുമില്ല. അംഗദന് മടങ്ങിപ്പോകാൻ മനസ്സില്ല. താൻ മരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു. മറ്റ് വാനരന്മാർക്ക് എന്തു ചെയ്യാൻ കഴിയും? അവരും അംഗദനോടൊപ്പം ജീവനൊടുക്കാൻ തയ്യാറായി. പ്രശ്നം ഹനുമാന്റെ ചെവിയിലെത്തി. ഹനുമാൻ അംഗദനെ സമാധാനിപ്പിച്ചു. ചിന്തിച്ച് കാട് കയറണ്ട. സുഗ്രീവന് അംഗദനോട് വിരോധമില്ല. അന്നും ഇന്നും പ്രിയങ്കരൻ തന്നെ. മരണം ഒന്നിനും ഒരു പരിഹാരമല്ല. ഹനുമാൻ പറയുന്നതിൽ കാര്യമുണ്ട്. പക്ഷേ സുഗ്രീവനെക്കുറിച്ച് പറഞ്ഞതിനോട് അംഗദന് യോജിപ്പില്ല. അംഗദന്റെ കാഴ്ചപ്പാടിൽ സുഗ്രീവൻ അത്ര നല്ലവനൊന്നുമല്ല. താരയെ ഭാര്യയാക്കിയതും ദുന്ദുഭിയുമായുള്ള യുദ്ധത്തിൽ ബാലിയെ ഗുഹയ്ക്കകത്താക്കി ഗുഹാദ്വാരം കല്ലുകൊണ്ടടച്ചതും ഓർത്തു നോക്കൂ. രാമന്റെ സഹായത്തോടെ തൻ്റെ അച്ഛനെ കൊന്ന് രാജാവായപ്പോൾ സുഖത്തിൽ മയങ്ങി രാമനോട് പോലും നന്ദികേട് കാണിച്ചില്ലേ? ആ സുഗ്രീവനിൽ നിന്ന് നീതി കിട്ടുമെന്ന് അംഗദന് ബോധ്യമില്ല. എങ്കിലും ഹനുമാന്റെ അഭിപ്രായപ്രകാരം വീണ്ടും സീതയെ തേടി തെക്കോട്ട് നീങ്ങി. മഹേന്ദ്ര പർവ്വതത്തിൽ എത്തിച്ചേർന്നു. ഇനി തെക്കോട്ട് യാത്ര സാധ്യമല്ല. അപാരവും അഗാധവുമായ സമുദ്രമാണ്. സമുദ്രം കടക്കാൻ കഴിയില്ല. മടങ്ങിച്ചെന്നാൽ സുഗ്രീവന്റെ വക മരണശിക്ഷ ഉറപ്പ്. ഉപവസിച്ച് മരിക്കാം. ആ പുണ്യവ്രതത്തിന് ശ്രേയസ്സുണ്ട്. എല്ലാവരും ദർഭ വിരിച്ച് കിടന്നു. ഇനി കഥ നാളെ. ഉറക്കം വരുന്നു.